ഗുരു ആരോ വരുന്നുണ്ട്. പുതിയ പാർട്ടിയായിരിക്കും. കൊറേ ദിവസമായിട്ട് ഞാൻ നിന്നെ അന്വേഷിച്ചോണ്ടിരിക്കുക. നീയോ കഞ്ഞി? കഞ്ഞിയല്ലടാ കുഞ്ഞി. നീ എന്തിനനുവാദമില്ലാതെ ഈ പവിത്രമായ പർണശാലയ്ക്കുള്ളിൽ കടന്നു വന്നു? ഇന്നേ എന്റെ തത്തമ്മ കുത്തിയെടുത്തത് ഒരു ഹനുമാന്റെ പടമായിരുന്നു, ലങ്കാദഹനം. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. ആരെവിടെ? എന്താണിവിടെ ഒരു സ്ത്രീ ശബ്ദ ബഹളം? അവരെ ഉടനെ ബാഹ്യസ്ഥലെ പോകസ്ഥലോ. സ്ത്രീയെ, നിന്നോട് ഉടനെ പുറത്തു പോകുവാൻ അദ്ദേഹം പറയുന്നു. നിങ്ങളുടെ തട്ടിപ്പും പറ്റിപ്പും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? കൂടാത്തത്തിന്റെ പേരും പറഞ്ഞ് ആ പാവപ്പെട്ട ചായക്കടക്കാരൻ ഗോവന്നരെ നിങ്ങൾ പറ്റിച്ചില്ലടാ. ഞങ്ങൾ പറ്റിച്ചതല്ല, അയാൾ പറ്റിയതാണ്. പിന്നെ ആ ശങ്കുണ്ണിപ്പിള്ളയുടെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചതും അയാളുടെ വേലക്കാരനെ ചാക്കിട്ട് പിടിച്ച് അയാളുടെ ഡയറി തട്ടിയെടുത്തത് ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? അയ്യോ, ഡയറി തട്ടിയെടുത്തതല്ല, തട്ടപ്പെട്ടതാണ്. അതെങ്ങനെ നീ അറിഞ്ഞ്? ഞാൻ അന്വേഷിച്ചറിഞ്ഞു. നീ അന്വേഷിച്ചറിഞ്ഞല്ല, നിന്റെ ചാവാലി തത്ത പറഞ്ഞതായിരുന്നു. ആ തത്തസ്യ വിഷാംശം സേവിരെ അനസ്തേഷ്യക്കരവോ. ആ തത്തയ്ക്ക് വിഷം കൊടുത്തു കൊല്ലുമെന്ന് യവൻ അല്ല ഗുരു പറയുന്നു. എടാ, എന്റെ തത്തയ്ക്കല്ല വിഷം കൊടുക്കേണ്ടത്, നിന്റെ തന്തയ്ക്കാണ് വിഷം കൊടുക്കേണ്ടത്. രണ്ടും ഞാൻ അരിഞ്ഞു. കുഞ്ഞി ബഹളം വെക്കല്ലേ, ഞങ്ങളുടെ നല്ല പേര് കളയല്ലേ. നല്ല പേരോ നിങ്ങൾക്കോ? ആ ശങ്കുണ്ണി മുതലാളി ഇവിടെ വരുത്തി അയാളെ പറ്റിച്ച 1000 രൂപ വാങ്ങിച്ചില്ല. അത് ഞങ്ങളുടെ ആവശ്യത്തിനാ. അതിലെനിക്ക് പാതി തരണം. അതവിടെ മനസ്തേഷ്യ ഇരിസ്തേഷ്യ. അത് മനസ്സിലിരിക്കട്ടെ. ഗുരുവിനെ ശിഷ്യനെ ഞാൻ ഒന്നിച്ച് കമ്മിണിക്കും. ശങ്കുണ്ണിപ്പിള്ളയോട് പറയും, ശങ്കുണ്ണിപ്പിള്ള പോലീസിനോട് പറയും. പൊന്നുകുഞ്ഞി, ഞാൻ തരാം 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 തരാം. പക്ഷെ പാതി തന്നെ വേണോ? ഒരു വിട്ടുവീഴ്ച. ഞാൻ പോലീസിൽ പറയും, പോലീസ് നിങ്ങളെ പിടിക്കും. പോലീസ് പാതിപ്പണം കൊടുസ്തേഷ്യേ. പാതി പണം തരാൻ നിന്റെ ഗുരു പറയുന്നു. താൻ എന്ത് ഉദ്ദേശിച്ചോണ്ടോ പാതി പണം കൊടുക്കാൻ പറയുന്നേ? നാശത്തെ ഒഴിച്ചു വിട സ്ത്രീ, ഇത് ഒഴിയാ പാതേ സ്ത്രീ. കാശെടുക്കില്ല. കാശെടുക്കില്ല. ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. കൊണ്ടുപോയി ഒരു കാര്യം ഉണ്ടോ? കാശ് മുഴുവൻ എടുക്കാൻ. തനിക്ക് ഇവിടെ നിന്ന് ഉരുട്ടിക്കൊണ്ടിരുന്നാ മതി. ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടാണെന്ന് ഇവിടെ തന്നെ വിവരങ്ങൾ അറിഞ്ഞോണ്ട് വരുന്നത്. നിനക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ലേ നീ ഇതെല്ലാം അറിഞ്ഞോണ്ട് വരുന്നത്. നീ ഒരുത്തം കാണാൻ 10 കാലി ഇവിടെ വന്നത് അറിയാവോ? നീ കമ്പി എണ്ണും. ഞാൻ കമ്പി എണ്ണിയാ നീ എണ്ണു അറിയോ? എടപ്പള്ളി കുറുപ്പാണിത്. എടപ്പള്ളി പള്ളി. എടപ്പള്ളി. നിന്റെ ഈ തലയിൽ ഞാൻ പള്ളി പണി അറിയാവോ നിനക്ക്? പണി ശങ്കരപാണി. നിന്റെ തല ഞാൻ ചക്രം കെട്ടിക്കൊല്ലും അറിയോ? നീ നാളെ പുറത്തോട്ടിറങ്ങ്. നിന്റെ ഭൂതം ഭാവി വർത്തമാനമല്ല ഞാൻ അവിയല് വരുവാക്കും അറിയോ? നീ പുറത്തോട്ടിറങ്ങണ. അറിയാം നിന്റെ അവൻ പറയുന്നത് എന്നോട് വെളിയിലിറങ്ങാൻ. അത് ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് വേണ്ടേ?